കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയാണ്. കേരളത്തിൻ്റെ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചു. കേരളം അടുത്ത ഒരു വർഷം ഏത് ദിശയിലാണ് സഞ്ചരിക്കുക, 5 വർഷം സർക്കാരിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും, ഇതൊക്കെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബജറ്റിൽ പുതിയ പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അതൊക്കെയായിരിക്കണം ഇന്ന് മാധ്യമങ്ങളിൽ പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത്. എന്നാൽ മാധ്യമങ്ങൾക്ക് അതിനേക്കാളും വലിയൊരു വിഷയമുണ്ട്. അത് മറ്റൊന്നുമല്ല, പിണറായി വിജയൻ്റെ മകൾ വീണ ടിയുടെ ബാങ്ക് ലോക്കർ ED പരിശോധിക്കുന്നു. അതാണ് വലിയ വാർത്ത. അതിന് പിറകെയാണ് മാധ്യമങ്ങൾ ചർച്ചകളൊക്കെ, ബജറ്റ് ചർച്ചകളൊക്കെ മാറ്റിവെക്കുന്നു. മന്ത്രിമാരുടെ, മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രി എന്നിവരുടെ വാർത്താ സമ്മേളനങ്ങൾ പോലും മാറ്റിവെക്കുന്നു. അതിനൊന്നും വലിയ പ്രാധാന്യമില്ല. പ്രാധാന്യം എന്തിനാണ്? മറ്റൊന്നുമല്ല, വീണയുടെ ലോക്കർ പരിശോധിക്കുന്നതാണ്. നിയമസഭയിൽ വാർത്താ സമ്മേളനം നടത്തുന്ന ഘട്ടത്തിൽ പിണറായി വിജയനോടും ചോദ്യം ചോദിച്ചു മാധ്യമപ്രവർത്തകർ ഇതേക്കുറിച്ച്. അതിന് പിണറായി വിജയൻ നൽകിയ ഒരു മാസ് മറുപടിയുണ്ട്. കേൾക്കാം നമുക്ക് ആ വാക്കുകൾ. ഇപ്പോ അതേ വഴിയിലേക്ക് നമ്മുടെ സംസ്ഥാനവും നീങ്ങാനാണോ ഉദ്ദേശിക്കുന്നത് എന്നത് ശങ്കിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോ പ്ലാനിംഗ് ബോർഡ് പുനഃസംഘടിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒരു തിങ്ക് ടാങ്കായി പ്ലാനിംഗ് ബോർഡിനെ മാറ്റുക എന്നതാണ് വ്യക്തമായി നമ്മുടെ ബജറ്റിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യം. 10 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഒരു അഴിമതി ആരോപണവും അദ്ദേഹത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം കോടതിയിൽ അമ്പേ പരാജയപ്പെടുന്നത് നാം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രൂപത്തിൽ പിണറായി വിജയനെതിരെ കിട്ടുമോ, അല്ലെങ്കിൽ പിണറായി വിജയനെ ഒന്ന് വളഞ്ഞു പിടിക്കാൻ കഴിയുമോ, ഇതാണ് നോക്കുന്നത് നമ്മുടെ മാധ്യമങ്ങൾ. അതിന് ED കൂട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷവും മാധ്യമങ്ങളോടൊപ്പമാണ്, EDയോടൊപ്പമാണ്, കേന്ദ്ര അന്വേഷണ ഏജൻസികളോടൊപ്പമാണ്. പക്ഷെ ഒന്നും കിട്ടിയില്ല. പിണറായി വിജയനെ പിടിക്കാൻ ഓടി നടന്നിട്ട് ഒടുവിൽ മകളുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ ചില സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവരം മാത്രമാണ് ലഭിച്ചത് EDക്ക്. അതും ബാങ്ക് മുഖാന്തരം നടത്തിയ ഇടപാടാണ് എന്നത് നേരത്തെ പുറത്തു വന്ന വിവരമാണ്. എന്നിരുന്നാലും അതിന് പുറകെ ED പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പിറകെ തന്നെ മാധ്യമങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് നാം കണ്ടത്. വെറും 2.78 കോടി രൂപയുടെ ബിസിനസ് ഇടപാട് മാത്രമാണ്. അതേക്കുറിച്ച് മാത്രമാണ് അന്വേഷണം. 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രിയാണ്. കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് അന്വേഷിച്ചാൽ കിട്ടുന്ന കണക്കുകൾ 100 കോടി, 200 കോടി, 1000 കോടി, 2000 കോടി ഒക്കെയാണ് എന്നോർക്കണം. അപ്പോഴാണ് 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആകെ കിട്ടിയ ഒരു ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്ത പണവും കമ്പനി നൽകിയ സേവനത്തിൻ്റെ പ്രതിഫലവും ഇതെല്ലാം പൊക്കിപ്പിടിച്ചുകൊണ്ട് വലിയ തോതിൽ വാർത്തയാക്കി മാറ്റാൻ നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് കഷ്ടം എന്നല്ലാതെ മറ്റെന്താണ് ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുക?